സഹോദരങ്ങളെ, നമ്മൾ ഒരു ദീനിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്ന സദസ്സാണല്ലോ. അതുകൊണ്ട് ചോദ്യം ചോദിക്കുകയാണെങ്കിലും സംശയം തീർക്കാനാണെങ്കിലും ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിക്കുക. ഇവിടെ നടത്തിയവർ ഇവിടെ സ്റ്റേജിലിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ സ്റ്റേജിലേക്ക് വന്ന് സംസാരിക്കുകയാണെങ്കിൽ പിന്നെ അത് ഖുറാഫികളുടെ സംസ്കാരമല്ലേ. ആ ഖുറാഫിയത്തിലേക്ക് നിങ്ങൾ പോണ്ട, ഖുറാഫികളെ പോലെ ആവണ്ട. അതുകൊണ്ട് നമ്മൾ സലഫികളുടെ സംസ്കാരം ഉൾക്കൊള്ളുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഉത്തരം തൃപ്തികരല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ, നിങ്ങൾക്ക് അറിയുന്ന ആളുകളോട് ചോദിച്ചോളൂ. ഫിത്ന ഉദ്ദേശിക്കരുത്. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. നിങ്ങൾ ഭൂമിയിൽ കുഴപ്പം ആഗ്രഹിക്കരുത്. അള്ളാഹു കുഴപ്പക്കാരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ NV സക്കരിയൊക്കെ പറഞ്ഞത് അഹ്മദ് ബിൻ ഹംബലും അവരിലൊന്നും ഞങ്ങൾ ശിർക്ക് ആരോപിക്കുന്നില്ല എന്നാണ്. അതിനുള്ള ഒരു കാരണം, അവരൊന്നും കേരള നദ്വത്തുൽ മുജാഹിദിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നവരല്ല. ആണെങ്കിൽ അവർ പുറത്താവുമായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ ആ ശിർക്കാരോപണം സംഘടനാ ബേസാന്നുള്ളത് അറിയാത്ത ആരാ ഉള്ളത്? ഇവിടെ ഈ വിഷയം വലിയ കോലാഹലത്തോടു കൂടി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടല്ലോ. അവരെഴുതിയതാ ഞാൻ നേരത്തെ വായിച്ചത്, പാലത്തെഴുതിയത്. എന്റെ ഉമർ മൗലവിക്ക് ഈ ഹദീസ് സഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെ, ആരങ്ങനെ വെറുതെ സങ്കല്പിക്കാൻ പറഞ്ഞത്? ശരീഅത്തിലെ ഏത് നിയമം അനുസരിച്ചാ വെറുതെ സങ്കല്പിക്കലുള്ളത്? അങ്ങനെ ഒരു കായിദുണ്ടോ ഇസ്ലാമിൽ? പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തലമുതിർന്ന പണ്ഡിതന്മാർ ഈ ഹദീസ് സഹീഹാണെങ്കിൽ എന്ന് പറയാനുള്ള ഒരു കാരണമുണ്ട്. കാരണം ഈ ഹദീസിന്റെ മത്നിനെ നിങ്ങൾക്ക് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് തെളിവാക്കാൻ പറ്റൂല. അതുകൊണ്ട് സഹീഹും ലഈഫും ഒക്കെ അപ്പുറത്ത് നിൽക്കട്ടെ, മത്ന് രണ്ടാണെങ്കിലും നിങ്ങൾ പറഞ്ഞതിനോട് ഇത് ഒരു നിലക്കും യോജിക്കുന്നില്ല എന്ന് പറയാനാണ്. ഇത് പറഞ്ഞ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തലമുതിർന്ന പണ്ഡിതന്മാരൊക്കെ വിവരക്കേട് ചെയ്തു എന്ന് പറയാൻ മാത്രമുള്ള അല്പത്തരം നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാതിരുന്നത്. എത്ര പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഉദ്ധരിക്കാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ അവരൊക്കെ ഈ ഹദീസ് സഹീഹാണെങ്കിലും അല്ല ലഈഫാണെങ്കിലും സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഇതിന്റെ മത്നിൽ പ്രാർത്ഥനയില്ല എന്ന് പറയുന്നിടത്ത് അവിടെ ഹയ്യും ഹാദിറും ഖാദിറുമായ മലക്കുകളെയും ജിന്നുകളെയുമാണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലും കേരളത്തിന് പുറത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. NV സക്കരിയ സാഹിബിന് വാദമുണ്ടോ ഈ ഹദീസിന്റെ മത്നിൽ ഇബാദല്ലയിൽ ജിന്നിനെയും മലക്കിനെയും ഉദ്ദേശിച്ചാൽ ശിർക്കാകും എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? അങ്ങനെ പറയും. അല്ലാതെ ജിന്നും മലക്കുണ്ടെങ്കിൽ എന്നല്ല, ദുആ ഉണ്ടെങ്കിൽ ശിർക്കാവും. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ദുആ അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ മലക്കിനെ ഉദ്ദേശിച്ചാലും ജിന്നിനെ ഉദ്ദേശിച്ചാലും ഇന്നമാ യുഫീദു നിദാഅ ഹാദിരിൻ, ഒരു ഹാളിറായ വിളിക്കുന്ന ആളുകളുടെ ഒരു നിദാഅേ ഉള്ളൂ, ദുആ ഇല്ല, പ്രാർത്ഥനയില്ല എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കി. അക്കാര്യം നമ്മൾ സുന്നികൾക്ക് പറഞ്ഞു കൊടുത്താൽ, ഗായിബുകളെയും മയ്യത്തുകളെയും വിളിക്കുന്ന സുന്നികളെ ഇതിൽ പ്രാർത്ഥനയില്ല, അതുകൊണ്ട് ബദരീങ്ങളെയും മൊയ്തീൻ ശൈഖിനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇതിനെ തെളിവാക്കരുതെന്ന് പറഞ്ഞാൽ അതിലെന്ത് കുഴപ്പമാണ് നിങ്ങൾ കണ്ടത്? എന്ത് കുഴപ്പമാണ് നിങ്ങൾ കണ്ടത്? അതുകൊണ്ട് ആ നിലക്ക് ഇവിടെ എക്കാലഘട്ടത്തിലും ഞാൻ സംസാരിച്ചിട്ട് നിങ്ങൾ സംസാരിക്കാം. മാ വല്ല ഖൗമുൻ ബഅദ ഹുദൻ ഇല്ലാ ഊതു കാനു അലൈഹി ഇല്ലാ ഊതു അൽ ജദൽ. ഹിദായത്തിൽ ഉണ്ടായിരുന്ന ഏതൊരു സമൂഹവും വഴിപിഴച്ചത് തർക്കം കൊണ്ടാ. തർക്കിക്കണ്ട, ഞാൻ പറയാണ്. അപ്പോ ഇപ്പറയപ്പെട്ട പണ്ഡിതന്മാരൊക്കെ ഇത് ഹാദിറായ ജിന്നുകളോ മലക്കുകളോ ആണ് ഉദ്ദേശം, ഗായിബുകളില്ല മയ്യത്തില്ല എന്ന് വിശദീകരിച്ചത് ശിർക്കിനല്ലാതാക്കാനാണ്. ആ സത്യസന്ധത കേരളത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ പേരിൽ അതിൽ മലക്കും ജിന്നിനെയും ഉദ്ദേശിക്കുക വഴി അവർ ശിർക്ക് ചെയ്തിരിക്കുന്നു, ഇസ്ലാമെന്ന് പുറത്താണ്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ അവരെ പറ്റൂല എന്ന് പറഞ്ഞാൽ ഏത് ഇസ്ലാമിന്റെ യുക്തിന്യായവും ഏത് ദലീലിന്റെയും ഏത് നീതിബോധത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അത് സംസാരിക്കുന്നത്? ഇക്കാലഘട്ടത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഉമർ മൗലവി പറഞ്ഞതും അബ്ദുറഹ്മാൻ മദനി പാലത്ത് പറഞ്ഞതും ചെറിയ മുണ്ടം പറഞ്ഞതും അത് തന്നെ സക്കരിയ സലാഹിയും അബ്ദുൽ ജബ്ബാർ മൗലവിയും പറയുമ്പോൾ മാത്രം അത് തെറ്റായി പോകുന്ന ഖായിദ എവിടുന്നാണ്? അതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ഈ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ച ഖായിദ ഇതിലില്ലാതെ പോവരുത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഹഫളത്തിന്റെ മലക്കുകൾ ഹാളിറാണ്. ഞാൻ പറഞ്ഞു എന്നല്ല, ഞാൻ പറഞ്ഞതല്ല. സുലൈമാൻ ഇബ്നു സഹ്മാൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹഫളത്തുകൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഗായിബാന്ന് ധരിക്കണ്ടെന്ന് പറയാനാ അത് പറഞ്ഞേ, അല്ലാതെ മലക്കിനെ വിളിച്ചോന്ന് പറയാനല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, തെറ്റിദ്ധരിപ്പിക്കരുത്. അവിടെ അദ്ദേഹം പറഞ്ഞത് നമുക്ക് മലക്കുകളെ, ഹഫളത്തിന്റെ മലക്കുകൾ ഹാളിറാണെങ്കിലും കാണാൻ പറ്റൂല. കാണാൻ പറ്റാത്തതിനെയൊക്കെ
ഗായിബാണെന്ന് കരുതണ്ടാന്ന് പറയാനാ അത് പറഞ്ഞത്. അല്ലാതെ മലക്കുകളും ജിന്നുകളൊക്കെ എപ്പോഴും ഹാളിറാണ്, അവരോട് തന്നെ തേടിക്കോളിന്ന് പറയാനല്ല. അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ച, സലഫികളുടെ ഗ്രന്ഥങ്ങൾ വായിച്ച, മുവഹിദുകളുടെ ഗ്രന്ഥങ്ങൾ വായിച്ച ഒരാളും അത് പറയുകയില്ല. പിന്നെ ഇബ്നു ബാസിനെ പറ്റി പറഞ്ഞു. ഇബ്നു ബാസ് നിങ്ങളെപ്പോലെ തോന്നുമ്പോ വൈരുദ്ധ്യം പറയുന്ന ആളല്ല. 2001 പറയാ ഒന്ന് പറയാ, 2007 വേറെ പറയാ, 2012 വേറെ പറയാ, അങ്ങനെ സാഹചര്യവും ആളെയും തരവും നോക്കി മാറ്റി മാറ്റി പറയുന്ന ആളല്ല. ഇബ്നു ബാസിനോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സുഇല ശൈഖുനാ അൻ ഹാദൽ ഹദീസ്, ഈ ഹദീസിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ ഇബ്നു ബാസ് നൽകിയ മറുപടി ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത് മഹല്ലു നവറിൻ ഫീ സിഹ്ഹതിഹി ഖദ് യകൂനു മിനൽ മലായികതി വമിൻ മുഅ്മിനിൽ ജിന്നി ഫഇന്നഹും ഹാളിറൂന ലൈസ ദുആഅൻ ലിഗായിബിൻ. ഇത് ഇബ്നു ബാസ് പറഞ്ഞ വാക്കാ. അദ്ദേഹം എന്താ പറഞ്ഞത്? മലക്കാണ്, ജിന്നാണ്. ഇതുകൊണ്ട് ഉദ്ദേശം അവർ ഹാളിറാണ്, ഗായിബിനോടുള്ള ദുആദിലില്ല എന്ന്. ഇബ്നു ബാസ് നേരത്തെ പറഞ്ഞ വൈരുദ്ധ്യ. ഒരു ചോദ്യം ഒരു പണ്ഡിതനോട് ചോദിക്കുമ്പോ ചോദ്യകർത്താവിന്റെ നാടും ചോദ്യകർത്താവിന്റെ പരിസരവും ചോദ്യകർത്താവിന്റെ ഭൂമികയിലും നിന്നുകൊണ്ട് പണ്ഡിതന്മാർ മറുപടി പറയൂ. അപ്പൊ ചില ചോദ്യത്തിന് അവരുടെ പ്രവൃത്തി ശിർക്കാണെന്ന് ഒരു മുഫ്തിക്ക് തോന്നിയാൽ അദ്ദേഹം അത് ശിർക്കാണെന്ന് പറയും. അതിൽ യാതൊരു വിരോധവും ഇല്ല. ഫത്വ വേറെ, ഹുക്മ് വേറെ. നിങ്ങൾക്ക് വേണമെങ്കിൽ അദബു സുആൽ എന്നൊരു ഗ്രന്ഥം ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖിനുണ്ട്. അദബു സുആൽ, ചോദ്യത്തിന്റെ മര്യാദ, അദബ്. ആ അദബു സുആലിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ ഒന്നുണ്ട്. നിങ്ങൾ ഒരു ആലിമിനോട് ഒരു ചോദ്യം ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് ആലിമ് പല നിലക്കും മറുപടി പറഞ്ഞേക്കാം. ചോദ്യകർത്താവിന്റെ ഭൂമികയും പൂർവ്വകാല സാഹചര്യവും ഒരു നാട്ടിലെ സമ്പ്രദായങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും ഒരു ആലിമ് ഫത്വ നൽകുക. എന്നിട്ട് അദ്ദേഹം പറയാ, പ്രത്യേകിച്ചും നിങ്ങൾ മൊബൈൽ ഇപ്പൊ വിളിച്ചു ഫത്വ ചോദിക്കല്ലോ, അദ്ദേഹം പറയാ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി പറയണം. കാരണം റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന ഉത്തരം വേറെയും റെക്കോർഡ് ചെയ്യാത്തപ്പോൾ പറയുന്ന ഉത്തരം വേറെയായിരിക്കുന്ന. എന്തുകൊണ്ടാണ്? ആമായ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനൊരു ഫത്വ കൊടുക്കണം. എന്നാൽ ഖാസായ ഒരു വ്യക്തിക്ക് മാത്രമാണെങ്കിൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ വ്യക്തികളുടെ അഖീദ അനുസരിച്ചും വ്യക്തികളുടെ സാഹചര്യം അനുസരിച്ചും നാടിനനുസരിച്ചും ഫത്വയിൽ വ്യത്യാസം ഉണ്ടാവും. ഫത്വയൊന്ന് വേറെ, ഇസ്ലാമിലെ മസ്അലകൾ വിശദീകരിക്കുന്ന കായിദകൾ വേറെ. ആ കായിദകളിൽ പണ്ഡിതന്മാർ കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി തന്ന വിഷയമാണ് സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ. സൃഷ്ടികളോട് ചോദിക്കുക, മയ്യത്തിനോട് ചോദിക്കുക, ഗായിബിനോട് ചോദിക്കുക, അതാണ് ശിർക്കാവാനുള്ള മാനദണ്ഡം. ഇക്കാര്യമാണ് നമ്മൾ പറഞ്ഞത്. യാ ഇബാദല്ലാഹി അയ്നൂനി വിശദീകരിക്കുന്നിടത്തിലും നമ്മൾ ഈ മാനദണ്ഡം പറഞ്ഞു. ഈ മാനദണ്ഡം അഖീദയുടെ കിതാബിൽ ഇല്ലാത്ത ഒരു കിതാബും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അവിടെ ഈ 3 ഖായിദയാണ് പറഞ്ഞത്. ഹയ്യാവണം, ഹാളിറാവണം, ഖാദിറാവണം, എങ്കിൽ അവിടെ ശിർക്ക് വരുന്നില്ല എന്ന്. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു വിഷയം, ഒരു വലിയ കളവ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതെന്നാണ് നമ്മൾ പണ്ടേ പറഞ്ഞു വന്നത്, അള്ളാഹുവിന് മാത്രം കഴിയുന്നത് നിങ്ങൾ കൂട്ടിച്ചേർത്താണ്. അദ്ദേഹം വേറൊന്ന് പറയുകയും ചെയ്തു. എന്റെ പ്രഭാഷണം ശരിക്കും ശ്രദ്ധിച്ചു കേട്ടുന്നു. രണ്ടിലേതെങ്കിലും ഒന്നേ നടന്നിട്ടുള്ളൂ. കാരണം ഞാൻ KM മൗലവിന്റെ ഫത്വ വായിച്ചിരുന്നു. KM മൗലവി ഇന്ന് ഉള്ള ആളല്ലല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ KM മൗലവി ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ഖുറാഫാത്താവും. നേരത്തെ പറഞ്ഞ ശിർക്കിൻ്റെതിൽ വരും. അങ്ങനെയല്ല, അദ്ദേഹം വളരെ മുമ്പേ ഉള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫത്വ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇவ்விதം കാര്യങ്ങൾക്ക് പുറമെയുള്ള വിഷയങ്ങളിൽ പാപങ്ങൾ പൊറുക്കുക, ചൊവ്വായ വഴിയിലേക്ക് ചേർത്ത് തരിക, മഴയെ ഇറക്കുക, ദീനങ്ങൾ ശിഫയാക്കുക, ആപത്തുകളെയും ബലാഹുകളെയും തട്ടിക്കളയുക, അവയെ നീക്കി രക്ഷപ്പെടുത്തുക, ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു സഹായിക്കുക, ആദിയായി അള്ളാഹുവിന് മാത്രം ശക്തിയുള്ള. KM മൗലവി പുതുമക്കാരനോ പഴമക്കാരനോ? നിങ്ങൾ പറയും. ഈ നിർവചനം KM മൗലവി എവിടുന്ന് പറഞ്ഞു? അള്ളാഹുവിന് മാത്രം ശക്തിയുള്ള, അവന്റെ ഖജാനകളിൽ മാത്രമുള്ള വിഷയങ്ങളിൽ. ഇത് പുതിയ നിർവചന KM മൗലവി പറഞ്ഞതാ. അതിനുശേഷം വന്നിട്ടുള്ള ആളുകൾ ഇതൊക്കെ ഞാൻ ഉദ്ധരിച്ചു. കേസറ്റ് ഒന്നുകൂടി കേട്ടാ മതി. അപ്പോൾ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കലാണ്. നമ്മൾ കൃത്യമായി ഈ വിഷയം ആരാ ചർച്ച ചെയ്തത്? ഒരു ബഹുമാന്യനായ ഒരു മുതിർന്ന എന്റെ പിതാവിന്റെ സ്ഥാനം അർഹിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞു, ഈ ലൈഫായ ഹദീസിന്റെ പിന്നാലെ നിങ്ങൾ എന്തിനു പോകുന്നു? സത്യസന്ധമാണോ നിങ്ങളെ പറഞ്ഞത്? വഇദാ ഖുൽതും ഫാദിലു, നിങ്ങൾ സംസാരിക്കുമ്പോൾ നീതിപൂർവം സംസാരിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്
വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈനി വൽ അഖറബീൻ. നിങ്ങൾ അല്ലാഹുവിന്റെ സാക്ഷികൾ എന്നുള്ള നിലക്ക് നീതിപൂർവ്വം സംസാരിക്കുക. ആരാ പ്രിയപ്പെട്ടവരത് ചർച്ചയാക്കിയത്? നമ്മളാണോ? അല്ല. അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാൻ തെളിവാണെന്ന് ഒരു ഹദീസ് കൊണ്ടുവരികയും ഹസനായ നിലക്ക്, മൗഖൂഫായ നിലക്ക് ഹസനായി രേഖപ്പെടുത്തപ്പെട്ട ഒരു ഹദീസ് മഹാന്മാരായ എമ്പാടും ഇമാമിയങ്ങൾ, തൗഹീദിന്റെ ഇമാമിയങ്ങൾ, ഖബറാരാധകരല്ലാത്ത ഇമാമിയങ്ങൾ, ഖബറാരാധനയെ എതിർത്ത ഇമാമിയങ്ങൾ പ്രവർത്തിച്ചതിനെ തങ്ങളുടെ വാദത്തിന് തെളിവായി ഒരു സമൂഹം ഉദ്ധരിച്ചപ്പോ നിങ്ങളുടെ ആ തെളിവ് പിടിക്കൽ തെറ്റാണെന്ന് കാര്യകാരണ സഹിതം മുമ്പേയുള്ള പ്രസിദ്ധരായ പണ്ഡിതന്മാർ പറഞ്ഞത് അതേ നിലയ്ക്ക് കേരളത്തിൽ പറഞ്ഞ് എതിരാളികളുടെ വായ അടപ്പിക്കുകയാണ് നമ്മൾ ചെയ്തത്. അതിൽ പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞ്, അതിൽ പ്രാർത്ഥനയുണ്ട് എന്ന് ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആരെയാ സംരക്ഷിക്കുന്നത്? അതിൽ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് ആർക്കാ തെളിവ്? സലഫികൾക്കോ അതോ ഖുറാഫികൾക്കോ? അതിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ നമ്മുടെ കൂടെയോ ഖുറാഫികളുടെ കൂടെയോ? അതിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇമാം നവവി നമ്മുടെ കൂടെയോ അതല്ല ഖുറാഫികളുടെ കൂടെയോ? അതിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി എന്ന് പറഞ്ഞ ഇമാം ബൈഹഖി ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവരും അവരുടെ കൂടെയോ നമ്മുടെ കൂടെയോ? പറ. അതിൽ പ്രാർത്ഥനയുണ്ടെന്ന് പറയുകയും ഈ മഹാന്മാരായ ഇമാമിയങ്ങളൊക്കെ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഖുറാഫികളുടെ ശ്രമത്തെ ഇല്ലാതെയാക്കിയ ആളുകളെ തന്നെ അതിന്റെ വക്താക്കളായി ചിത്രീകരിച്ചത് മോശമാണ്, തിന്മയാണ്, ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണ്. അതുകൊണ്ട് വിഷയങ്ങളെ ഗൗരവതരമായി പഠിക്കുക, വിഷയത്തെ നീതിപൂർവ്വം സമീപിക്കുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തർക്കം ഒഴിവാക്കുക. വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ്. യാതൊരു അറിവുമില്ലാതെ അല്ലാഹുവിന്റെ ആയത്തുകളിൽ തർക്കിക്കുന്നവൻ മരീദായ ശൈത്താനിനെയാകുന്നു പിൻപറ്റുന്നത്. അതുകൊണ്ട് ശൈത്താനെ പിൻപറ്റൽ ഒഴിവാക്കുക, തികഞ്ഞ ആലിമീങ്ങളെ പിൻപറ്റുക. ഫസ്അലു അഹ്ല الذിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. ഒരു സന്മാർഗമോ ഒരു തെളിവോ പ്രകാശം നൽകുന്ന ഗ്രന്ഥത്തിന്റെ പിൻബലമോ ഇല്ലാതെ അനാവശ്യമായി തർക്കിക്കുക. ആ തർക്കം നമ്മൾ ഒഴിവാക്കുക. നമ്മൾ ഖുർആനിലൂടെ ഹദീസിലൂടെ ഉലമാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ, ഏതെങ്കിലും ഹോജമാര് ചില ആളുകൾ പറയുന്നത് പോലെ മൊല്ലമാരും ഹോജമാരും ഒന്നുമല്ല, മറിച്ച് അഖീദയിൽ സ്ഥിരതയുള്ള മുഹഖിഖീങ്ങളായ അവരുടെ ഈമാനും അതുപോലെ തന്നെ അവരുടെ അഖീദയും മറ്റുള്ളവരാൽ സ്ഥിരപ്പെടുത്തപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അതിനപ്പുറത്തുള്ള ഒരു കായിക ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നോട്ട്സൊക്കെ ഒന്ന് തയ്യാറാക്കി സൗദി അറേബ്യയിലൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം എന്താണെന്നറിയോ? ഈ ഷിർക്കിൽ വിശ്വസിച്ച് ഇതാവാം, ഇതിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന എമ്പാടും പണ്ഡിതന്മാരുണ്ട്. ഇത്രയും മഹത്തായ ഒരു കണ്ടുപിടുത്തം, നാളിതുവരെ നടക്കാത്തൊരു കണ്ടുപിടുത്തം കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു നോട്ട്സൊക്കെ ആക്കി വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അറിയിച്ചു കൊടുക്കണം. സൗദി അറേബ്യയിൽ താടി വടിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ അവർക്ക് കത്തയച്ച പാരമ്പര്യമാണ് നമുക്കുള്ളത്. ലാ ഇലാഹ പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അനുസരിക്കാൻ പാടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞപ്പോ അതിലും ഫത്വ ചോദിച്ച നാടാ നമ്മൾ. എന്നിരിക്കെ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു തർക്കമുണ്ടെങ്കിൽ, നിങ്ങളൊരു മഹത്തായ കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടെങ്കിൽ, ആലിമ്യങ്ങൾക്ക് ഇതിലൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് നോട്ട്സാക്കി, കുറിപ്പാക്കി, പ്രബന്ധമാക്കി വളരെ പെട്ടെന്ന് സൗദി അറേബ്യയിലേക്ക് അയച്ചു കൊടുക്കൂ. കാരണം അവരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും പബ്ലിഷ് ചെയ്യുന്ന അതിൽ ശിർക്കില്ല, അതിൽ മുസ്ലിം ജിന്നുകളോ മലക്കുകളോ ആണ് ഉദ്ദേശം. അവർ ഹയ്യാണ്, ഹാവിറാണ്, ഖാദിറാണ്. അതുകൊണ്ട് അത് പ്രാർത്ഥനയ്ക്ക് തെളിവല്ല എന്ന് വിശദീകരിക്കുന്ന എണ്ണമറ്റ ഗ്രന്ഥങ്ങൾ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു. സലഫി ആദർശം ഉൾക്കൊള്ളുന്ന ആളുകൾ വായിച്ചും പഠിച്ചും വിശദീകരിച്ചും കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒന്ന് ഇല്ലാതാക്കണ്ടേ? അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. ഇവിടെ കേരളത്തിൽ കുറച്ച് ആളുകൾക്കിടയിൽ മാത്രം ഫിത്ന ഉണ്ടാക്കുവാനും ഫസാദ് ഉണ്ടാക്കുവാനും മാന്യമായി നടക്കുന്ന പ്രോഗ്രാമുകളിൽ പോലും തെറ്റിദ്ധാരണകൾ പരത്താനും വേണ്ടിയുള്ള ശ്രമം അത് നല്ലതല്ല, അത് ഭൂഷണമല്ല, അത് സലഫികൾക്ക് യോജിച്ചതല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും. നമ്മൾ പരിപാടി ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇനിയും പരിപാടികൾ നടത്തും. നമ്മൾ ദഅവയായി മുന്നോട്ട് പോകും. ഒരു ഖുറാഫി ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയിട്ട് മറുപടി പറയാൻ നമ്മൾ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എത്രയോ ലേഖനങ്ങൾ ഈ ഖുറാഫാത്ത് പ്രചരിപ്പിക്കാൻ എഴുതുന്നുണ്ട്. അതിന് മറുപടി എഴുതാൻ നമ്മളിൽ ആർക്കും സമയമില്ല. അതുകൊണ്ട് തന്നെ ഈ ബൈക്കിന് ഈ ഖുറാഫികൾ ആരെങ്കിലും വന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മളത് പറയാൻ പോവാണ്. ദഅവ പഴയതുപോലെ തന്നെ ക്യാമ്പുകളായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ മുന്നോട്ട് പോകും. ഇതാണ് KNM, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം.
ഇത് നമ്മൾ പുറത്തുള്ള ഒരു സംഘം ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുക. ഇത് പണ്ടത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചുണയോടുകൂടി ഇൻഷാ അല്ലാഹ് പടച്ചവൻ്റെ തൗഫീഖോട് കൂടി നമ്മൾ ഇറങ്ങാൻ പോവാണ്. എല്ലാവരും സഹായിക്കണം. ഇസ്ലാം.